ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഐഷൂസ് കിച്ചൻ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു നാടൻ തേങ്ങാച്ചോറും ബീഫ് കറിയുമായിട്ടാണ്. തേങ്ങാച്ചോറും ബീഫ് കറിയും നല്ലൊരു കോമ്പിനേഷൻ ആണ്. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് 2 കപ്പ് പച്ചരിയാണ്. 2 കപ്പ് പച്ചരിക്ക് 4 കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം മൂടി വെക്കാം. ഇത് വേകുന്ന ടൈം നമുക്ക് ഇതിനു വേണ്ടിയുള്ള തേങ്ങാപ്പാൽ റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു തേങ്ങ ചിരകിയതാണ്, പിന്നെ അരമുറി സവാള, 1/2 സ്പൂൺ വലിയ ജീരകവുമാണ്. ഇതൊരു മിക്സിയിലിട്ട് നന്നായി അരച്ച് പാലെടുത്ത് വെക്കാം. ഇനി നമുക്ക് വേവിക്കാൻ വെച്ച ചോറ് എന്തായി എന്ന് നോക്കാം. ഇതിൻ്റെ വെള്ളം കുറച്ചുകൂടി വറ്റാനുണ്ട്. വെള്ളം വറ്റുന്നത് വരെ നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായി വറ്റി ചോറ് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെയായി തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം. ഈ തേങ്ങാപ്പാൽ ഈ ചോറിൽ കിടന്ന് കുറുകി വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതാ പാലൊക്കെ കുറുകി തേങ്ങാച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനു വേണ്ടിയുള്ള ബീഫ് കറി റെഡിയാക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫ്, 3 സവാള, 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, 2 വലിയ തക്കാളി, 2 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, കുറച്ച് കറിവേപ്പില, ഹാഫ് മാഗി ക്യൂബ്, ഇത് ഓപ്ഷണൽ ആണ്.
ആദ്യം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒരു പാനിലിട്ട് ചൂടാക്കിയെടുക്കാം. ലോ ഫ്ലെയിമിലാക്കി വേണം ചൂടാക്കിയെടുക്കാൻ. ഫ്ലെയിം കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. ഇത് പാനിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. കാരണം ഇത് ആ പാനിൽ കിടന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇനി ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ചൂടായ എണ്ണയിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് സവാളയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കിയ ശേഷം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നേരത്തെ എടുത്തു വെച്ച തക്കാളിയിൽ നിന്നും പകുതി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി വഴറ്റിയെടുക്കാം. എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായി ഇളക്കി കൊടുത്ത ശേഷം നേരത്തെ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി കുക്കറിന്റെ മൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഹൈ ഫ്ലെയിമിലിട്ട് 2 വിസിലടിച്ച ശേഷം ലോ ഫ്ലെയിമിലാക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി 3 വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിന്റെ പ്രഷർ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ പ്രഷർ എല്ലാം പോയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തുറന്നു നോക്കാം. അപ്പോൾ ഇതാ ബീഫ് നന്നായി വെന്ത് വന്നിട്ടുണ്ട്. എടുത്തു വെച്ചിട്ടുള്ള ജീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നന്നായി ഇളക്കി കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം അരമുറി സവാള ഇട്ട് കൊടുക്കാം.
ഒരു പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വറവ് റെഡിയാക്കിയ ശേഷം അതിലേക്ക് ബീഫ് കറി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള തക്കാളിയും ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇതിലേക്ക് മാഗി ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാച്ചോറും ബീഫ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി പുതിയൊരു വീഡിയോയുമായി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക് യു.